അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ആസിഫ് അലിയുടെ വരാൻ പോകുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ ലൈനപ്പ് സീരീസിന്റെ 6ാമത്തെ വീഡിയോ കൂടിയാണ്. ആസിഫ് അലിക്കും വലിയ പടങ്ങളാണ് ഇക്കൊല്ലം വരാനുള്ളത്. അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. തലവൻ എന്ന സിനിമയ്ക്ക് ശേഷം ജിസ്ജോയോടൊപ്പമാണ് ആദ്യത്തെ പടം. അപ്പോൾ ഈ പടം ഇക്കൊല്ലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. പ്രൊഡക്ഷനൊക്കെ ഇക്കൊല്ലം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ പടത്തിൽ നമ്മളെ വിജയരാഘവനും കൂടി ഒരു മെയിൻ റോളിലായിട്ട് വരുന്നുണ്ട്. അടുത്ത ചിത്രം നമ്മുടെ ഹെലൻ മൂവിയുടെ ഡയറക്ടറായിട്ടുള്ള മാത്തുക്കുട്ടി സേവ്യറിന്റെ ചിത്രമാണ്. ചിത്രത്തിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ മെയിൻ റോളായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സിനിമ വരുന്നത് ഒരു പീരീഡ് ചിത്രമാണ്. 70കളിൽ നടക്കുന്ന ഒരു കഥ കൂടിയാണ്. അങ്ങനെയാണ് സ്ക്രിപ്റ്റ് വരുന്നതാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഈ ഒരു ചിത്രം കൂടി നമുക്ക് വരാണ്ട് ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് നമ്മുടെ മിന്നൽ മുരളിയുടെ റൈറ്ററും കൂടിയാണ്. അടുത്ത ചിത്രമാണ് സ്റ്റെഫി സേവ്യറും ആസിഫ് അലിയും ഒന്നിക്കണ സിനിമ. അപ്പോൾ ഈ സിനിമ നമ്മളെ മധുര മനോഹര മോഹം എന്ന സിനിമ അറിയാം. ആ സിനിമ ഡയറക്റ്റ് ചെയ്ത സ്റ്റെഫിയുടെ പടമാണ്. അപ്പോൾ ഇതൊരു റൂമറാണ്, കൺഫേം ആയിട്ടില്ല. അടുത്ത പടത്തേക്ക് പോവാം. 4ാമത്തെ ചിത്രം ഒരു റൂമർ മാത്രമാണ്. നമ്മുടെ നിസാം ബഷീറും ആസിഫ് അലിയും ഒരു പടം വരാനുണ്ട് എന്ന് കേട്ടു. അപ്പോൾ ഇതും കൺഫേം ആയ കാര്യമില്ല. അപ്പോൾ ഈ ഒരു പടത്തിനും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ 2 പടങ്ങളും റൂമേഴ്സ് മാത്രമാണ്, ബാക്കിയൊക്കെ ഏകദേശം കൺഫേം ആയ കാര്യങ്ങളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന 2 പടങ്ങളാണ് ഈ ലിസ്റ്റിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പടങ്ങൾ. അതിലെ ആദ്യ ചിത്രം മമ്മൂട്ടി നായകനായി വരുന്ന മട്ടാഞ്ചേരി മാഫിയ എന്ന ചിത്രമാണ്. ഈ അടുത്ത് അനൗൺസ് ചെയ്ത പടം നമ്മുടെ ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ വരാൻ പോണ പടമാണ്. പടത്തിൽ നെസ്ലിനും ആസിഫ് അലിയും ഉണ്ട്, അത് കൺഫേം ആയ കാര്യമാണ്. ഒരു മെയിൻ റോള് തന്നെയാണ് പടത്തിൽ വരാൻ പോണത്. ഇതൊരു അടുത്തൊരു ഭീഷ്മ പർവ്വം ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ അടുത്ത പടമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കട്ട വെയിറ്റിങ്ങും മലയാളത്തിലെ KGF എന്ന ഒരു ഹൈപ്പ്. മലയാളത്തിൽ KGF എന്ന് ഇവരുടെ ടീം തന്നെ പറയുന്ന പടമാണ് ടിക്കി ടക്ക. അപ്പോൾ ആസിഫ് അലി അത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരു പടം. കഴിഞ്ഞ കൊല്ലം പരിക്ക് പറ്റിയിട്ട് നിർത്തി വെച്ച പടം കൂടിയാണിത്. ഇപ്പോഴും അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവസാന സ്റ്റേജിലാണ്. ഇപ്പോൾ ടിക്കി ടക്ക നമ്മളെ രോഹിത്തിൻ്റെ പടം, നമ്മളെ കള ഇഗ്ലീസ് എന്ന ചിത്രങ്ങളുടെ സംവിധാനങ്ങളായ രോഹിത്തിൻ്റെ പടമാണ് ടിക്കി ടക്ക എന്ന ചിത്രത്തിൽ നായകനായി ആസിഫ് അലിയും കൂടെ തന്നെ നെസ്ലിൻ ലുക്മാൻ അവറാൻ നായികയായിട്ട് വമികയും ഇതിന്റെ മ്യൂസിക് ഒരുക്കുന്നത് മലയാളത്തിന്റെ KGF-ഉം. പിന്നെ ആസിഫ് അലി തന്നെ പറയുന്നുണ്ട് ഇതിന്റെ ഒരു KGF ആണ് എന്ന് ആസിഫ് അലി ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് പരിപാടി ചെയ്യുന്നത് അറിയാലോ, രവി ബസറൂർ തന്നെയാണ്. നമ്മുടെ KGF-ൽ പണി വെച്ച മച്ചാൻ തന്നെയാണ് ഈ പടത്തിലും വരാൻ പോണത്. മാർക്കോലൊക്കെ അയാൾ ചെയ്തു വെച്ച് നിങ്ങൾ കണ്ടതായിരിക്കും. അയാളെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം അയാളെ വർക്ക് എന്താണെന്നുള്ളത്. ഓക്കെ, രവി ബസറൂറും ഈ പടത്തിലുണ്ട്. ഈ പടത്തിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പടത്തിനാണ് കട്ട വെയിറ്റിംഗ്. ഇക്കൊല്ലം ഡിസംബറിലാണ് ഈ പടം ഇറങ്ങാൻ പോണത്. നിലവിൽ അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും കൺഫേം ആയിട്ടും ഇക്കൊല്ലം ഈ പടം റിലീസാവും. ഇതിന്റെ പ്രൊഡക്ഷൻ T-Series ഒക്കെ ഇതിന്റെ പ്രൊഡക്ഷനിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനികളായ T-Series ഒക്കെയാണ് ഈ പടത്തിന്റെ പ്രൊഡക്ഷനിൽ വരുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന പടം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് ആരെയാണ് നമ്മൾ അടുത്ത ലൈനപ്പ് സീരീസ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ടൊവിനോൻ്റെയും ഒക്കെ ചെയ്യാണ്ട് പൃഥ്വിരാജ്, നെസ്ലിൻ, സൂര്യ, ദുൽഖർ ഇവരൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ആരെയാണ് അടുത്ത് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരെ ഫാനാണെന്നും ജസ്റ്റ് കമൻറ്റ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത ലൈനപ്സിന് എല്ലാതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടായിരുന്നു, അത് പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു 350 സബ്സ്ക്രൈബേഴ്സും കൂടി മതി നമുക്ക് 1K ആവാൻ. അപ്പോൾ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. ഇതിൽ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ.